ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകളെ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചുമന്ന ചുണ്ടുകളാക്കി കൊണ്ടുവരാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിലെ അടിയിലെ കറുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പാട്ടാണ് നമ്മുടെ ലിപ്സിലെ കറുത്ത പാടുകളും ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാതെ പുറത്തു പോകാനേ പറ്റത്തില്ലാത്ത അവസ്ഥയായിരിക്കും ചിലർക്ക്. കാരണം അതുമാതിരി കറുത്ത നിറമായിരിക്കും നമ്മുടെ ചുണ്ടിനല്ലേ. എൻ്റെ ചുണ്ട് അങ്ങനെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു കറുത്ത നിറമൊക്കെ ആയിട്ടാണ്. കറുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കറുത്തതല്ല, അത് ആയിരുന്നു നേരത്തെ. ഞാൻ 10ാം ക്ലാസ് മുതൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇപ്പോഴാണ് ഒരു 4 വർഷമായിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതെ, എന്നാലും യൂസ് ചെയ്യാറുണ്ട്. എന്നാലും അത്രയും എല്ലാ ദിവസവും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന അത്രയും രീതിയിലോട്ട് ഇപ്പം അങ്ങനെ അല്ല. എന്നാലും ഒരു 10ാം ക്ലാസ് മുതലേ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ചുണ്ട് അതിനനുസരിച്ച് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിരുന്നു എൻ്റെ ചുണ്ട്. അതിൽ നിന്നൊക്കെ എൻ്റെ ചുണ്ടിനെ എങ്ങനെ ഞാൻ ഒരു റെഡ് കളറിലേക്ക് അല്ലെങ്കിൽ ഒരു റോസ് കളറിലേക്ക് ആക്കി എടുത്തുകൊണ്ട് വന്നു എന്നുള്ള കുറച്ച് ടിപ്പുകളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഒരു ലെമണിൻ്റെ ഒരു പീസ് എടുക്കുക. അതിലേക്ക് ഒരു അല്പം ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ലിപ്പിൽ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. നല്ലൊരു സ്ക്രബ്ബറാണ്. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് തേന്, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, പഞ്ചസാര ഇത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുണ്ടിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് ഒരു നല്ല സ്ക്രബ്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് വെച്ച് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട്. അതൊരു കോട്ടൺ പാഡോ കോട്ടൺ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാലും മതിയായിരിക്കും. പിന്നെ അതിന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം കേട്ടോ. ചുണ്ടിൽ ഈ തേന്, ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ പഞ്ചസാര മിക്സ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പാല് കുടിക്കുക. ഒരുപാട് പാല് കുടിക്കാന്നല്ല, അത്യാവശ്യം പാല് കുടിക്കുക. എല്ലാ ദിവസവും പാലൊക്കെ കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലിലേക്ക് കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ടതിന് ശേഷം കുറച്ച് ഗ്ലിസറിന്, ഹണി നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കണം. എന്നിട്ട് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കളയണം. അതൊരു നല്ലൊരു ഒരു ലിപ് പാക്കാണ് കേട്ടോ. ലിപ്സിൻ്റെ ഒരു പാക്കാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അത്. അപ്പോൾ അതങ്ങനെ ഒരു ടിപ്സാണ് കേട്ടോ. ഈ ഒരു മിക്സ് ഒരു 15 മിനിറ്റ് ചുണ്ടിൽ വെച്ചിട്ട് വേണം ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് വരുന്നതായിരിക്കും. നമ്മളിത് ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരാഴ്ച വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് തൈരിലേക്ക് അല്പം നാരങ്ങാനീരും പിന്നെ ഹണിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുണ്ടിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വളരെ നന്നായിരിക്കും. നമ്മുടെ ചുണ്ടിന് നല്ലതാണ്. നാരങ്ങ എന്ന് പറയുന്നത് എന്തിനും നല്ലതാണ്. നമ്മുടെ സ്കിന്നിനും ലിപ്പിനും ഒക്കെ അടിപൊളിയായിട്ടൊരു ബ്രൈറ്റനിങ് കിട്ടുന്ന ഒരു ബ്രൈറ്റനിങ് ഏജൻറ്റ് കൂടിയാണ് നാരങ്ങ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നാരങ്ങാ നീരും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടിപൊളി ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരിക്കും. അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരാഴ്ച യൂസ് ചെയ്യണം കേട്ടോ ഇത്. ഈ ഞാൻ പറയുന്ന ഓരോ ടിപ്പുകളും നമ്മൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഏതെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് വാരി വലിച്ച് തേക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് പറയുന്നത് ഏതെങ്കിലും ഒന്നാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരിക്കുമല്ലോ. വളരെ എളുപ്പമാണ്.
അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് കെയർ ആണ് കേട്ടോ. അതായത് നമ്മുടെ ചുണ്ടിൽ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു സ്ലൈസ് എടുത്തതിന് ശേഷം നന്നായിട്ട് ചുണ്ടിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ഒരു നല്ലൊരു ടിപ്സാണ്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം കേട്ടോ. എന്നിട്ട് രാവിലെ ആയിട്ട് വാഷ് ചെയ്ത് കളയാമല്ലോ. അങ്ങനെ പിന്നെ അതിനുശേഷമുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ക്യാരറ്റിൻ്റെ ജ്യൂസും ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണിയിലോ പാഡിലോ ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവുന്നതായിരിക്കും. അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി കളയാതെ അത് നമ്മൾ ചുണ്ടിൽ റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതള നാരങ്ങ കഴിക്കുന്നതും പിന്നെ അത് മാതള നാരങ്ങ പാലിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കുടിക്കുന്നതും ഒക്കെ നല്ലതാണ്. ചുണ്ടിന് നല്ലൊരു റെഡ് കളർ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണല്ലേ തക്കാളിക്ക എന്ന് പറയുന്നത്. ഈ തക്കാളിക്കയുടെ ജ്യൂസോ അല്ലെങ്കിൽ പേസ്റ്റോ നമ്മുടെ ലിപ്പിൽ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ആ പേസ്റ്റ് തൂത്ത് കൊടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ ചുണ്ടിനൊരു ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കുക്കുംബറിൻ്റെ ജ്യൂസ് നമ്മുടെ ചുണ്ടിൻ്റെ ഇരുണ്ട നിറം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ചുണ്ട് എങ്ങനെ ചോമ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്. ഹലോ, പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയല്ലേ? വേറൊന്നുമല്ല, പെട്ടെന്ന് ഒരു ഇടിയൊക്കെ പോലെ വന്നു. അപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ഭയങ്കര ഒരു ഇരുണ്ടൊക്കെ വന്നു കേട്ടോ. മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ടിപ്സിനൊന്നും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ടിപ്സും ഞാൻ ഓരോ ഷോർട്സിലൂടെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഷോർട്സ് കാണുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ല റിസൾട്ട് വരും ഉറപ്പായിട്ടും. നല്ല റിസൾട്ട് ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും നല്ല റിസൾട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.